ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി 50 ഇൻഡെക്സ് നേരിയതാണെങ്കിലും 0.13% അപ്പിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ബാങ്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് കാണാൻ കഴിയും അത് 0.29% ഒരു ഇടിവ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകളാണുള്ളത്. അതിൽ 3 PSU സ്റ്റോക്കുകളുണ്ട്. ആ PSU സ്റ്റോക്കുകൾ ഒന്ന് SBI ആണ്, അതിൽ നിന്ന് 0.31% അപ്പായിരുന്നു. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് രണ്ടാമത്തെ സ്റ്റോക്ക്, അത് 2.09% അപ്പായിരുന്നു. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ 1.52% അപ്പായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബാങ്ക് നിഫ്റ്റി ഡൗൺ ആയുള്ള കാരണം പബ്ലിക് സെക്ടർ ബാങ്കുകളല്ല, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് അതിന് കാരണമായത്. അപ്പോൾ ഇവിടെ നമ്മൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ -48% ഡൗൺ ആയതായി കാണാം. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് 1.20% മുന്നേറ്റം നടത്തുകയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ PSU ബാങ്ക് ഇൻഡെക്സിലെ 12 സ്റ്റോക്കുകളിൽ 11 സ്റ്റോക്കുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്ത്യൻ ബാങ്ക് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ പഞ്ചാബ് സിന്ധ് ബാങ്ക് 5% അപ്പായിരുന്നു, സെൻട്രൽ ബാങ്ക് 4% അപ്പായിരുന്നു, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക്, മഹാരാഷ്ട്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ 2% മുകളിൽ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈവറ്റ് ബാങ്കുകളെക്കാൾ താഴെയായിരുന്നു പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പെർഫോമൻസ്. അപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു PSU ബാങ്ക്സ്. അപ്പോൾ ഇന്നുണ്ടായൊരു മുന്നേറ്റത്തിന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടാകും. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബാങ്കുകളിലെ പ്രത്യേകിച്ച് PSU ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുകയാണെന്ന ഡാറ്റാ ബേസ്ഡ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ മാർക്കറ്റ് അവറിൽ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത ബാങ്കുകളുടെ ഒരു റിവ്യൂ മീറ്റിങ്ങിൽ SBI അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുന്നു എന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാലസി ആണെന്നും അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ മിത്താണെന്നും അല്ലെങ്കിൽ ഒരു തെറ്റായ റിപ്പോർട്ടാണെന്നും യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ഗ്രോത്തിന് ആനുപാതികമായ ഡെപ്പോസിറ്റ് ഗ്രോത്താണ് ഉണ്ടായിരുന്നത് എന്നാണ് SBI റിപ്പോർട്ടിൽ പറയുന്നത്. ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആപേക്ഷികമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ മുന്നോട്ട് വെച്ചുകൊണ്ട് SBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ FY23 ബാങ്കിങ് സെക്ടറിലുള്ള എല്ലാ ബാങ്കുകളും, ഓൾ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ഹയസ്റ്റ് എവർ ഡെപ്പോസിറ്റ് ഗ്രോത്തും ക്രെഡിറ്റ് ഗ്രോത്തും കാണിച്ച വർഷമായിരുന്നു. ഇപ്പോൾ 2023 ആ ഒരു ഹൈറ്റിൽ നിന്ന് ഈ 2024 ഡെപ്പോസിറ്റ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. 1951 മുതലുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ 2023 ഗ്രോത്ത് ഹയസ്റ്റ് എവർ ഗ്രോത്താണ്. അപ്പോൾ ഈ 2023 ഗ്രോത്തും 2024 ഗ്രോത്തും കമ്പയർ ചെയ്യുമ്പോൾ FY23 ഇയർ ഓൺ ഇയർ ക്രെഡിറ്റ് ഗ്രോത്ത് 15%, FY23 ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 9.6% ആയിരുന്നു. അത് FY24 വന്നപ്പോൾ ഇയർ ഓൺ ഇയർ ക്രെഡിറ്റ് ഗ്രോത്ത് 20.2%, അതുപോലെ ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 13.5% വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ക്രെഡിറ്റ് ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും തമ്മിലുള്ള റേഷ്യോ അത് കൂടി വരികയാണ് എന്നുള്ളതാണ് ഇവിടെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് ആളുകൾ ഇഷ്ടംപോലെ കടമെടുക്കുന്നുണ്ട്, പക്ഷേ അതിനാനുപാതികമായിട്ട് ഡെപ്പോസിറ്റ് വളരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഡെപ്പോസിറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് SBIയുടെ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടാലും വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്തുകൊണ്ട് പറയാറുണ്ട് നമ്മളുടെ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന്. അതായത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് ഇവിടെ കാണാൻ കഴിയുക. പക്ഷേ ആ ന്യായീകരണം നമ്പേഴ്സും ഫിഗേഴ്സും വെച്ച് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നമ്പറുകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ ഇവിടെ RBIയുടെ ഒരു റിപ്പോർട്ടിൽ, ഇന്ന് വന്ന റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇപ്പോൾ 2025 ജൂൺ ഒക്ടോബർ ക്വാർട്ടറുകളാവുമ്പോഴേക്ക് ഈ ഡെപ്പോസിറ്റ് ഗ്രോത്തും അതുപോലെ ക്രെഡിറ്റ് ഗ്രോത്തും തമ്മിലുള്ള ഈ അന്തരം കുറഞ്ഞു വരുമെന്നും, കാരണം ഇപ്പോൾ ഉള്ളത് ഒരു ഡൈവേർജൻസ് സൈക്കിളാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഡൈവേർജൻസ് സൈക്കിൾ എന്ന് പറയുന്നത് പ്രൈസ് ഒരു ഭാഗത്ത് പോകുന്നു, യഥാർത്ഥത്തിൽ അസറ്റ് വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ അത് രണ്ടും ഒരേപോലെ പോകേണ്ടതുണ്ട്. അത് പോകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെന്നും ആ ഒരു സൈക്കിള് നെക്സ്റ്റ് ഇയർ ഒക്ടോബർ ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് ഒരേപോലെ ആകുമെന്നുമാണ് RBI അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ക്രെഡിറ്റ് ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും ഒരേപോലെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് RBIയുടെ മറ്റൊരു അവകാശവാദമാണ്. RBIയുടെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാസ റേഷ്യോ ആണ്. അതായത് കാസ റേഷ്യോ നമുക്കറിയാം കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് നമ്മൾ കാസ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് ചെറിയ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ ബാങ്കിൽ പൈസ ഇഷ്ടം പോലെ കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ആളുകൾ പക്ഷേ ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ കറണ്ട് അക്കൗണ്ടിലും സേവിങ്സ് അക്കൗണ്ടിലുമുള്ള പണം വ്യാപകമായിട്ട് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ആ ഒരു ഫണ്ട് ഫ്ലോ കിട്ടുന്നില്ല എന്ന ഒരു പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കാസ റേഷ്യോ 2023 കമ്പയർ ചെയ്യുമ്പോൾ 2023 അത് 43.5% ആയിരുന്നു. അതിപ്പോൾ 41% ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് എന്നാണ് RBI റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ RBI കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാസ റേഷ്യോ കുറഞ്ഞത്
ബാങ്കുകളെ സംബന്ധിച്ചത് ആശങ്ക ഉണ്ടാകുന്ന കാര്യമല്ല. കാരണം അവരുടെ ടേം ഡെപ്പോസിറ്റുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിട്ട് ആളുകൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്ന എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് പെട്ടെന്ന് ട്രാൻസാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലുള്ള ഒരു ഭയം ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്ന ഹൈലൈറ്റ്. അതാണ് ഇന്ന് ഈ PSU ബാങ്കുകളിലുള്ള വമ്പിച്ച ഒരു മുന്നേറ്റത്തിന് കാരണമായത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ ഹൈയിൽ നിന്ന് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് യൂണിയൻ ബാങ്കാണ്. അത് ഏകദേശം 30% അതിൻ്റെ ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് 19%, പ്രോഫിറ്റ് ഗ്രോത്ത് 38% ഉണ്ട്. അതുപോലെ നല്ല ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. 3% ഡിവിഡൻഡ് ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 27% റിട്ടേൺ മാത്രമാണ് ഈ സ്റ്റോക്ക് നൽകിയത്. പക്ഷേ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 12% ഇയർ ഓൺ ഇയർ വർധനവ് സെയിൽസിലും പ്രോഫിറ്റിലും കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 0.06 വർധനവ് സെയിൽസിലും 9.42% വർധനവ് പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ സ്റ്റോക്കും അതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 117 ആണ്. 158 വരെ ഇതിൻ്റെ ഹൈ വരുന്നു. ആ ഹൈയിൽ നിന്ന് 25% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 7.74% ആണ്. ഈ സ്റ്റോക്കും 2.39% ഒരു ഡിവിഡൻഡ് നൽകുന്നുണ്ട്. അവിടെ സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 45%. കഴിഞ്ഞ ഒരു വർഷം 28% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. അപ്പോൾ ക്വാർട്ടർ 1 റിസൾട്ടിൽ സെയിൽസ് ഗ്രോത്ത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 20% കാണാം. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 4% വർധനവും പ്രോഫിറ്റിൽ 20% വർധനവും ഈ സ്റ്റോക്കിലും ഉണ്ടായിട്ടുണ്ട്. വരുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാങ്കാണ് ഇത്. കറണ്ട് പ്രൈസ് 115 ഉണ്ട്. അതിൻ്റെ ഹൈ 143 വരെ പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 19% കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് ലഭിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 10.8% ആണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 166%. കഴിഞ്ഞ ഒരു വർഷം 83% തകർപ്പ് റിട്ടേണാണ് ഈ സ്റ്റോക്ക് നൽകിയത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 13.5% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 196% വമ്പിച്ചൊരു ജമ്പും നമുക്ക് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 1.61% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 18.7% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ബാങ്ക് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൻ്റെ കറണ്ട് പ്രൈസ് 110 ആണ്. ഇത് 129 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. ആ ഒരു ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ 15% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത്. സ്റ്റോക്കിൻ്റെ PE 6.39% ആണ്. ഈ സ്റ്റോക്കിലും 2.93% ഏകദേശം 3% ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു ബാങ്കാണിത്. സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 21% ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷം 67% നല്ലൊരു റിട്ടേൺ നൽകിയ സ്റ്റോക്കാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 14.6% വർധനവും പ്രോഫിറ്റിൽ 8.79% വർധനവുമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വർധനമാണ്. പക്ഷേ പ്രോഫിറ്റിൽ 2.69% വർധന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 4 സ്റ്റോക്കുകൾ ഞങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് ഈ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.